ഹായ് ഗായ്സ്, ഇന്നല്ല പൊന്നും വിലയ്ക്ക് ഇച്ചിരി മത്തി കിട്ടിയിട്ടുണ്ട്. ട്രോളിങ് നിരോധനമൊക്കെ അല്ല, അതുകൊണ്ട് മീനുകളൊന്നും കിട്ടാനില്ല. ഇച്ചിരി മത്തി കിട്ടി. ഇതിനെ നമ്മൾ പകുതി വറക്കും, പകുതി കറിയും വെക്കും. നമ്മളോട് കളി നമുക്ക് ആദ്യം പിന്നെ ഒന്ന് വൃത്തിയാക്കി എടുക്കാം. ചെറുപ്രോണം വൃത്തിയാക്കാം. നല്ല മത്തി കേട്ടോ. ഇനി കത്തിരിപ്പുരയാണ്. അങ്ങനെ നമ്മുടെ മീന് വൃത്തിയായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലൊരു 4 എണ്ണം വറുക്കുക, ബാക്കി കറി വെക്കുക. അത് നമുക്ക് പിന്നെ അങ്ങ് വറുത്തെടുക്കാം. എന്നിട്ട് ബാക്കി കാര്യങ്ങൾ ഒരു കാര്യം ചെയ്യാം. നമുക്ക് ഈ മീൻ വറക്കാനുള്ള അതിൻ്റെ മസാല ശരിയാക്കാം. ഒരു പാത്രം വെക്കുക. ഇതിലേക്ക് ആദ്യം നമ്മുടെ ഇല്ലപ്പോൾ കുറച്ച് മതി കേട്ടോ. നമ്മളൊരു 4 പീസ് വറക്കുന്നത് നമ്മുടെ സ്വന്തം കാശ്മീരി. ഇതിനാദ്യം മസാല ഒന്നും വേണ്ട, പിന്നെ ഒന്ന് വറുത്തെടുക്കുക. ചെറുക്കിട്ടാലും ആവശ്യമെങ്കിൽ ഇച്ചിരി കുരുമുളക് പൊടിയും കൂടെ അടിപൊളി. ഇതിൻ്റെ കോലം പൊടിക്കുന്നതിൻ്റെ പിന്നെ എപ്പോഴും പറയാറ് പോലെ ആവശ്യത്തിന് ഉപ്പ് തൃപ്തി ചേർക്കുന്നുണ്ട്. ആവശ്യത്തിനായി കാണാം. നമുക്കെല്ലാം കഴിക്കണക്കാം. ഇച്ചിരി വെളിച്ചെണ്ണ അതിനകത്ത് ആഡ് ചെയ്ത് കൊടുത്തു. ഇതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഇച്ചിരി വെള്ളം ചേർത്ത് കൊടുക്കാം. ഇച്ചിരി വെള്ളം ചേർത്തൊന്ന് കുഴച്ചിട്ടാണ് കേട്ടോ. വെള്ളം കൂടിപ്പോയോ? ഇല്ല. നമുക്കെന്താ പ്രൊഫഷണൽ ഷെഫൊന്നും അല്ലല്ലോ, പ്രത്യേകിച്ച് കൂടിപ്പോയാൽ കുഴപ്പമൊന്നുമില്ല. ഒരു മിനിറ്റ്, മീനുണ്ടെന്നൊന്ന് വരഞ്ഞ് വെക്കണമായിരുന്നു. ഓക്കെ, മീനൊന്ന് ചെറുതായിട്ടൊന്ന് വരഞ്ഞ് മത്തിയായി വരയൊന്നും വേണ്ട, എളുപ്പം ആയിക്കോളും. എന്നാലും കുറച്ച് ചോദ്യങ്ങൾ ഒഴിവാക്കാം. 2 3 4 നിങ്ങൾ പറഞ്ഞല്ലേ, നമ്മൾ വറക്കാം. 5 ഇതിൻ്റെ ബാക്കി കറി വെക്കുന്നതിന് അടുത്ത വീഡിയോ ഇടും കേട്ടോ. അതോടൊന്ന് കണ്ടേക്കണം, സപ്പോർട്ട് ചെയ്തേക്കണം, ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, ഒരു പ്രചോദനം എല്ലാത്തിനും വേണമല്ലോ. ഇപ്പം ഇവൻ 5 മിനിറ്റ് ഇങ്ങനെ രക്തത്തിൽ കുളിച്ച് എടുക്കട്ടെ. നല്ല കളറല്ലേ. ഇനി നമുക്ക് അന്നത്തേക്കും ഇത് വറക്കാനുള്ള സെറ്റപ്പുകളാക്കാം. അപ്പം ഏകദേശം ഒരു 15 മിനിറ്റ് കഴിഞ്ഞു. നമുക്കിവനെ ഇനി വറക്കാൾ പരിപാടി തുടങ്ങാം. ആദ്യം തീ വെക്കാം. തീ വെച്ചു. നല്ല ദോശക്കല്ലുണ്ട്, അതാണ് സൂപ്പർ കേട്ടോ. എൻ്റെ ദോശക്കല്ലൊന്നുമില്ല, അതുകൊണ്ട് ഉള്ളതുകൊണ്ട് ഓണം പോലെ നോൺ സ്റ്റിക്ക് ചൂടായിട്ടാ. നിങ്ങളിങ്ങനെ തൊട്ടൊന്നും നോക്കരുത് കേട്ടോ, കൈകൊള്ളും. ഇത് വർഷങ്ങളുടെ എക്സ്പീരിയൻസ്. കൈതൊട്ട് നോക്കല്ലോ കേട്ടോ, കൈകൊള്ളും. നല്ല വെളിച്ചെണ്ണയ്ക്കകത്തങ്ങ് വറുത്തെടുക്കുമ്പോഴല്ലോ ആഹാ അതിൻ്റെ ടേസ്റ്റ്. നിങ്ങൾക്ക് വേറെ സ്റ്റൈലൊക്കെ ഉണ്ടാക്കാൻ അറിയാമായിരിക്കും കേട്ടോ, പക്ഷേ നമ്മൾ ഈ സ്റ്റൈലാണ്. സ്റ്റൈലിൽ ഒത്തിരി സ്റ്റൈലുണ്ടാക്കും. ഇന്ന് എളുപ്പം ഉണ്ടാക്കാനുള്ളൊരു സ്റ്റൈൽ നോക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടപ്പെടും, നല്ല ടേസ്റ്റ് തന്നെയാണ്. പിന്നെ മത്തി, ഈ സമയത്ത് നെയ്യുള്ള മത്തി, ആഹാ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ചൂടായിരിക്കണം. ഇത് കറിവേപ്പില ഫ്രിഡ്ജിലിരിക്കുന്നുണ്ടോ? ഞാൻ നമുക്കിന് വെള്ളം ഇങ്ങനെ മീനങ്ങ് വെച്ച് കൊടുക്കാം. 2 3 4 5
അങ്ങനെയുണ്ട് എൻ്റെ കിടപ്പ്. നമ്മളിങ്ങനെ ചെറിയ തീയിൽ കുറച്ച് നേരം അടങ്ങിയിരിക്കട്ടെ. ഒരു അടക്കവും ഒതുക്കമൊക്കെ വരും. നമുക്ക് പിന്നെ നടച്ചു വെക്കാം. ഇങ്ങനെ എല്ലാം നടച്ചു കൊടുക്കാതെ അവിടെ ഇരുന്ന് അവനൊന്ന് വേവും. 2 മിനിറ്റോളമായി. നമുക്കിനെ തുറന്നു നോക്കാം. നമ്മൾ മറിച്ചിട്ടു. ആ മസാല ഇട്ടില്ലേ, ഒന്നുകൂടെ നേരം മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലൊരു പെട്ടുപോലെ തരും. ഇതിനെ ഒന്നുകൂടെ മറിച്ചിട്ടിട്ട് മൂടി വെക്കാം. അതൊരു 2-2.5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് മെല്ലെ പൊക്കി വെക്കാം. എന്നിട്ടേ ആഹാ, മീനാണ്. യൂറോപ്യൻസ് പറയുന്നല്ലേ, നാവി കയറിയാൽ മതി. നമ്മുടെ സ്റ്റൈലിൽ ഇത് പോരാ. അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ 2 മിനിറ്റ് ഉപയോഗിക്കാം. ഇപ്പം ഇതായിട്ടുണ്ട് കേട്ടോ. ആഹാ, ഒക്കെ നല്ല മുരിഞ്ഞിട്ടുണ്ട്. എന്നാൽ ജ്യൂസിയുമാണ്. മസാല ഇട്ട ഭാഗം നല്ല മുരിഞ്ഞു. ഞാൻ തന്നെ കയ്യിൽ പിടിക്കുന്നു പറഞ്ഞിട്ട്. ശരിയാണ്, എന്നാൽ ആടി കൊടുക്കാം. അത് അടഞ്ഞു. ഒന്നുകൂടെ നടത്തി വെച്ചു. അപ്പോൾ ഗൈസ്, ഇവൻ റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. തീ ഓഫ് ചെയ്തു. ഇല്ല, ഇങ്ങനെ അല്ല. അപ്പം ഗൈസ്, നമ്മളങ്ങനെ നമ്മുടെ മീൻ വറുത്ത റെഡിയായിരിക്കുകയാണ്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബും ചെയ്യണം. അപ്പോൾ പിന്നെ വേറൊരു വീഡിയോ വരുന്നതിനെ ബൈ ബൈ. സി യു ഇൻ എ ഡിഫറെൻറ്റ് വീഡിയോ.